നമ്മുടെ സമസ്തയുടെ 100ാം വാർഷികം നടക്കുന്ന കുണിയയിലുള്ള ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 4-ാം തീയതിയാണ്. 4-ാം തീയതി മുതൽ 8 വരെയാണ് കുണിയയിൽ സമ്മേളനം നടക്കുന്നത്. ഒരു ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കുണിയ ദേശീയപാതയിൽ നിന്ന് തൊട്ടരികെ തന്നെയാണ് വരുന്നത് കേട്ടോ. കുണിയ മസ്ജിദാണ് നമ്മൾ കാണുന്നത്. മാഷാ അല്ലാഹ്. ഇവിടെ എക്സിബിഷന് വേണ്ടിയിട്ടുള്ള ബോർഡ് നമ്മൾ കാണാൻ പറ്റും. എക്സിബിഷൻ നടക്കുന്നത് നമ്മുടെ കുണിയ കാസർഗോഡ് ഭാഗത്ത് വരുമ്പോഴേക്ക് നമ്മുടെ ചേരുമ്പ പള്ളി കഴിഞ്ഞ് സർവീസോട് കൂടി വന്നാൽ ആ ഭാഗത്താണ് എക്സിബിഷൻ നടക്കുന്നത്. ജനുവരി 30 മുതൽ 8 വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് കേട്ടോ. ആദ്യം 2 ദിവസം സ്ത്രീകൾക്കായിട്ടാണ് എക്സിബിഷൻ നടക്കുന്നതാണ് അവിടെ ബന്ധപ്പെട്ടവരുമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഗ്ലോബൽ എക്സ്പോ ആണ് നടക്കുന്നത്. സമസ്തയുടെ സെനിറ്ററി 1926-2026. ഇപ്പോൾ 4, 5, 6, 7, 8 തീയതികളാണ് നമ്മുടെ കുണിയിലുള്ള ഈ വലിയ കൊട്ടാര സമന്വയമായ ഈ കോളേജിനടുത്ത് വലിയ ഗ്രൗണ്ടാണ്. ഒരുപാട് സ്ഥലമുണ്ട്. അധികം ആൾക്കാർക്കും സംശയമാണ് കേട്ടോ ഈ സ്ഥലത്ത് ഇത് കൊള്ളുമോ. നമ്മൾ ഈ കാണുന്ന സ്ഥലം തന്നെ ഏക്കർ കണക്കിന് സ്ഥലമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ കോളേജ് ഉണ്ടോ, ഇതാണ് കുണിയ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഭാവിയിൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയായി വരാൻ പോകുന്ന സ്ഥലമാണ്. കുണിയ ഇബ്രാഹിം ഹാജിക്കയാണ് ഇതിൻ്റെ സ്ഥാപകനാണ് കേട്ടോ. അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് മാഷാ അല്ലാഹ് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ് ഒരുപാട് ഇതിൻ്റെ ബാക്കിലായിട്ട് കുണ്ണൂച്ചി എന്ന പറയുന്ന സ്ഥലത്ത് ഒരുപാട് സ്ഥലങ്ങൾ, പാർക്കിംഗ് സ്പേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന ആളുകൾക്കൊക്കെ ആ ഭാഗത്ത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ക്യാമ്പൊക്കെ നടക്കുന്നത് ആ ഭാഗത്തായിട്ടാണ്. മാഷാ അല്ലാഹ്, കണ്ട നിങ്ങൾ കൊട്ടാരത്തിന് സമാനമായ നിർമ്മിതിയാണ്. നമ്മൾ ഇത് കണ്ടതൊക്കെ നമ്മൾ ബാംഗ്ലൂർ കൂടാതെ പല നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാലുള്ള കാണുന്ന കോളേജിന് സമാനമായ ഒരു നിർമ്മിതിയാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിലും വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, ഈ സമ്മേളന നഗരി കാണാൻ വേണ്ടിയിട്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ജില്ലകളിൽ നിന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്.